സരിതയ്ക്ക് 3 മക്കളാണ്. മൂത്തത് സ്നേഹ, രണ്ടാമത്തേത് സന്ധ്യ, ഇളയത് അഭി. സ്നേഹയ്ക്ക് സന്ധ്യയോട് എല്ലാ കാര്യത്തിലും അസൂയയാണ്. സന്ധ്യ കാണാൻ ഇരുനിറമാണെങ്കിലും ഒരടിപൊളി സാധനം തന്നെയായിരുന്നു. മാത്രമല്ല, സന്ധ്യയുടെ കൂടെ പുറത്ത് പോകുമ്പോൾ ഇത്രയും വെളുത്ത് സുന്ദരിയായ തന്നെ നോക്കാതെ ആൺപിള്ളേർ അവളെ മാത്രം നോക്കുന്നത് കണ്ട് സ്നേഹയ്ക്ക് വല്ലാതായി. താൻ കണ്ണുവച്ച പയ്യൻ വരെ സന്ധ്യയുടെ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങി വീണത് അവൾക്ക് സഹിക്കാനായില്ല. അതുകൊണ്ട് തന്നെ സന്ധ്യയ്ക്കിട്ടൊരു പണി കൊടുക്കാൻ അവൾ അനിയൻ അഭിയുടെ സഹായം തേടി. അവൻ ആദ്യം അതിന് കൂട്ടുനിൽക്കില്ല എന്നായപ്പോൾ വേറെ വഴിയില്ലാതെ സന്ധ്യയ്ക്ക് പണി കൊടുക്കാൻ താൻ ഏതറ്റം വരെ വേണമെങ്കിലും പോകും, എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന മനസ്സുള്ള സ്നേഹ അവസാനമായി അഭിയുടെ രഹസ്യമായ വീക്ക്നെസ് തന്നെ മനസ്സിലാക്കി അവന് സമ്മാനമായി അത് തന്നെ നൽകാമെന്ന് അവൾ അവന് വാക്ക് കൊടുത്തു. അത് കേട്ട് അഭി ആദ്യമൊന്ന് ഞെട്ടി. അവൻ വിശ്വസിച്ചില്ല. പിന്നെ അവന് വിശ്വാസമായി. ഏതായാലും താൻ ഏറെ കൊതിച്ച, എത്രയോ തവണ സ്വപ്നം കണ്ടത് ഇപ്പോൾ നേടാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവന് അത്രയും സന്തോഷം തോന്നി. അങ്ങനെ സ്നേഹ ചേച്ചിയുടെ ഈ പ്ലാൻ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണമെന്ന് തന്നെ അവൻ തീരുമാനിച്ചു. ഇനി കഥയിലേക്ക് തിരികെ വരാം. പിറ്റേന്ന് രാവിലെ സരിത എണീറ്റ് സ്നേഹയുടെ മുറിയിൽ നോക്കിയപ്പോൾ കണ്ടത് അവളും അഭിയും എന്തോ ചർച്ച ചെയ്യുന്നതാണ്. എന്താ പിള്ളേരെ, ഇന്നലെ തുടങ്ങിയതാണല്ലോ എന്തോ രഹസ്യം പറച്ചിൽ. അത് കേട്ട് സ്നേഹ പറഞ്ഞു, ഞങ്ങൾ പഠിക്കുക അമ്മേ. ആണോ? ഹാ, എന്നാൽ പഠിച്ചോട്ടോ. അല്ല, സന്ധ്യ ഇവിടെ? ഹാ, ചേച്ചി അപ്പുറത്തെങ്ങാനും കാണും, അഭി പറഞ്ഞു. മോളെ സന്ധ്യ എന്ന് വിളിച്ച് സരിത ഉമ്മറത്തേക്ക് ചെന്നു. ഞാനിവിടെ ഉണ്ട് അമ്മയെന്നും പറഞ്ഞ് അവൾ സ്റ്റെയർ കേസ് ഇറങ്ങി വന്നു. ഹാ, മോള് ഈ രാവിലെ തന്നെ ടെറസിൽ കയറി എന്തെടുക്കുക? നല്ല തണുപ്പല്ലേ മോളെ, പനി വല്ലതും പിടിക്കും കേട്ടോ. ഞാൻ പഠിക്കുമായിരുന്നു അമ്മേ, അവൾ ബുക്കെടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? എന്നാൽ മോള് പോയി പഠിച്ചോ. ശരി അമ്മയെന്നും പറഞ്ഞ് അവൾ മുകളിലേക്ക് പോയി. അപ്പോഴാണ് പാൽക്കാരൻ തോമസ് അങ്ങോട്ട് വന്ന് സൈക്കിളിൻ്റെ ബെൽ നീട്ടിയടിച്ചത്. സരിത ഗേറ്റിലേക്ക് നോക്കി. അപ്പോൾ തോമസ് അവിടെ നിന്ന് വിളിക്കുന്നു. ഓ, വന്നോ? അല്ലെങ്കിലും ഇവന് എന്നെ കാണുമ്പോൾ ഇച്ചിരി ഇളക്കം കൂടുതലാണ്. സരിത പിറുപിറുത്ത് കൊണ്ട് അടുക്കളയിൽ ചെന്ന് പാത്രവുമായി വന്നു. അപ്പോഴേക്കും തോമസ് വീട്ടുമുറ്റത്തെത്തി. അയാൾ സരിതയെ ആകെ മൊത്തമായി നോക്കി. നൈറ്റിയായിരുന്നു വേഷം. ചേച്ചി ഇന്ന് കാണാൻ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ, അവൻ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? സാധാരണ മേക്കപ്പൊക്കെ ഇട്ട് ഒരുങ്ങി വന്നാലേ പലരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാനൊന്ന് കുളിക്കുക പോലും ചെയ്യാതെ രാവിലെ തന്നെ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ നിനക്കത് സൗന്ദര്യം അല്ലേ? കൊള്ളാലോ, അതും പറഞ്ഞ് സരിത ചിരിച്ചു. ഓ, എൻ്റെ ചേച്ചി, ചേച്ചിക്ക് എന്തിനാ മേക്കപ്പ്? ചേച്ചി ഏത് വേഷത്തിലായാലും എപ്പോഴായാലും അടിപൊളിയല്ലേ? അത് കേട്ടതും സരിതയ്ക്ക് അതങ്ങ് പിടിച്ചു. മതി മതി നിൻ്റെ പുന്നാരം പറച്ചിൽ. ചേട്ടൻ എപ്പോഴാണ് നാട്ടിൽ വരുന്നേ? തോമസിൻ്റെ ചോദ്യം. ആ, ചേട്ടൻ ഉടനെ ഒന്നും നാട്ടിൽ വരുന്നില്ല, അടുത്ത വർഷമാവും, അവൾ ഒരു ചിരിയോടെ അങ്ങനെ പറഞ്ഞതും തോമസ് മൂളിക്കൊണ്ട് തലയാട്ടി. സരിത പാലും വാങ്ങി ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോകവേ സ്നേഹയുടെ മുറിയിൽ നോക്കി ചോദിച്ചു, നിങ്ങൾക്ക് ഇന്ന് ക്ലാസ്സില്ലേ പിള്ളേരെ? ഇല്ലമ്മേ, ഇന്ന് ലീവാ, സ്നേഹ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കുളിച്ച് വേഷം മാറി വന്നപ്പോഴേക്കും സരിത ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുളിക്കാൻ പോയിരുന്നു. സ്നേഹയും അഭിയും സന്ധ്യയും ഹാളിലിരുന്ന് ദോശയും ചട്നിയും സാമ്പാറും കഴിച്ചുകൊണ്ടിരിക്കെ സ്നേഹ പറഞ്ഞു, എനിക്ക് ടൗണിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ആണോ ചേച്ചി? എന്നാൽ നമുക്ക് പോയാലോ? ഇന്ന് ലീവല്ലേ? ആ, പോവാടി. എടാ, നീ വരുന്നോ? സന്ധ്യ അഭിയെ നോക്കി ചോദിച്ചു. സ്നേഹ ഇടയിൽ കയറി പറഞ്ഞു, വേണ്ട, അവൻ വരുന്നില്ല, അവന് ക്രിക്കറ്റ് കളിക്കാൻ പോകണം, അല്ലടാ അഭി? സ്നേഹ അവനെ നോക്കി. ആ, അതെ ചേച്ചി, ഇന്ന് കുറച്ച് തിരക്കാ, അഭി പറഞ്ഞു. ഓ, പിന്നെ നിൻ്റെ ഒരു തിരക്ക്, വായിനോട്ടമല്ലേ ഇത്ര തിരക്ക്? നീ കുറേ പേരെ നോക്കിയിട്ടും ഇതുവരെയും ഒരു ഗേൾ ഫ്രണ്ട് പോലും സെറ്റായില്ലല്ലോ നിനക്ക്, സന്ധ്യ അതും പറഞ്ഞു ചിരിച്ചു. ഓ ചേച്ചി, ബിരിയാണി കിട്ടാൻ പോകുമ്പോൾ ആരെങ്കിലും കഞ്ഞി നോക്കിയിരിക്കുമോ? അഭി പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ് സ്നേഹയെ നോക്കിയതും അവൾ ഞെട്ടി. അവൾ കണ്ണുകൊണ്ട് മിണ്ടാതിരിക്ക് പറയില്ലെന്ന് ആംഗ്യം കാണിച്ചു. എന്താ എന്താ നീ ഉദ്ദേശിച്ചേ? സന്ധ്യ ഒന്നും മനസ്സിലാവാതെ അവനോട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല ചേച്ചി, ഞാൻ വെറുതെ ചുമ്മാ തള്ളിയതാ.
ആണോ? ഞാൻ വിചാരിച്ചു നിനക്ക് ആരെങ്കിലും കിട്ടിക്കാണുമെന്ന്. സന്ധ്യ അതും പറഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാത്രവും എടുത്ത് അടുക്കളയിലേക്ക് പോയി. അപ്പോൾ സ്നേഹ അവനെ തോണ്ടി വിളിച്ച് തുറച്ചു നോക്കിയിട്ട് പറഞ്ഞു, എടാ, ഓവറാക്കി ചളമാക്കിയാലുണ്ടല്ലോ. അവൾ ആള് ബുദ്ധിജീവിയാ. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ മതി, അവൾ എല്ലാം മനസ്സിലാക്കി കളയും. പിന്നെ നമുക്കാ നാണക്കേട്, കേട്ടല്ലോ. സോറി ചേച്ചി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സ്നേഹ പറഞ്ഞു, ഇനി വാ, നമുക്ക് പോയാലോ? ശരി ചേച്ചി, ഞാൻ ദേ ഇപ്പോൾ വരാം. ചുരിദാർ ഇട്ടോട്ടെ. ശരി. സന്ധ്യ അവളുടെ മുറിയിലേക്ക് പോയി. ഓ, ഉള്ള സൗന്ദര്യം പോരാഞ്ഞിട്ടാ വീണ്ടും ഒരുക്കം. ഇവൾ ഈ നൈറ്റി ഇട്ടുകൊണ്ട് വന്നാലും ആ വായി നോക്കിയവളുടെ നോട്ടം മൊത്തം ഇവളെ തന്നെയായിരിക്കും. സ്നേഹ പിറുപിറുത്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സന്ധ്യ അണിഞ്ഞൊരുങ്ങി വന്നു. പോയാലോ ചേച്ചി? പോകാം. സ്നേഹ ചിരിച്ചു കാട്ടി. ചേച്ചി, അമ്മ ഇറങ്ങട്ടെ, അമ്മയോട് പറഞ്ഞിട്ട് പോകാം. ആ ശരി. അപ്പോഴേക്കും സരിത കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരായി ഇറങ്ങി. നിങ്ങൾ എവിടെ പോകുക മക്കളെ അണിഞ്ഞൊരുങ്ങിയിട്ട്? ഞങ്ങൾ ടൗൺ വരെ പോകുക അമ്മേ. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ആണോ മോളെ? വരുമ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് ആട്ടപ്പൊടിയും മുട്ടയും വാങ്ങിക്കോ. രാത്രി ചപ്പാത്തിയും മുട്ടക്കറിയും ആക്കാം. അമ്മ കാശ് എടുത്ത് നീട്ടിക്കൊണ്ട് പറഞ്ഞു. ശരി അമ്മേ, പോയിട്ട് വരാം. ശരി മോളെ, സൂക്ഷിച്ച് പോകണം കേട്ടോ. ശരി. അപ്പോൾ സ്നേഹ ഉമ്മറത്ത് നിൽക്കുന്ന അബിയെ ഒന്ന് നോക്കി. അവൻ തലയാട്ടി, എല്ലാം പറഞ്ഞ പോലെ എന്ന ഭാവത്തിൽ. അങ്ങനെ അവർ നടന്നു പോകവേ സ്നേഹ സന്ധ്യയിടം കണ്ടിട്ട് നോക്കി. ഈ അബി ഇതെവിടെ പോയി? അവൻ വരുമോ ആവോ? അവൾ ചിന്തിച്ചു. ഇവർ രണ്ടുപേരുടെയും പ്ലാനൊന്നും അറിയാതെ സംസാരിച്ചുകൊണ്ട് നടപ്പാണ് സന്ധ്യ. പെട്ടെന്നാണ് കുറച്ച് ദൂരെ നിന്നും അബി ഹെൽമെറ്റൊക്കെ ഇട്ട് ബൈക്കിൽ വരുന്നത് കണ്ടത്. അത് കണ്ട് സ്നേഹയ്ക്ക് സന്തോഷമായി. അവൾ റോഡരികിലേക്ക് കെട്ടിക്കിടക്കുന്ന ചെളിയിലേക്കും കുറച്ച് ഇങ്ങോട്ടായി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന വായു നോക്കികളെയും ശ്രദ്ധിച്ചു. അബി ബൈക്കിൽ സ്പീഡ് കൂട്ടി വരുന്നത് കണ്ടപ്പോൾ സ്നേഹ മെല്ലെ മെല്ലെ നടത്തം സ്ലോ ആക്കി. സന്ധ്യ അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നിൽ നടക്കുകയാണ്. പെട്ടെന്ന് അബി ബൈക്കിൽ വന്ന് ആ ചെളിവെള്ളത്തിലേക്ക് ഇറക്കിയതും അവിടുള്ള ചെളി സന്ധ്യയുടെ ദേഹത്ത് തെറിച്ചു. മാത്രമല്ല, അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതും അവിടെ സംഭവിച്ചു. അവൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഇച്ചിരി കൂടി വലിയ കുഴിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ബൈക്കൊന്ന് കുലുങ്ങി ഇളകി നിയന്ത്രണം തെറ്റി ആ വായു നോക്കികളിരിക്കുന്നിടത്തേക്ക് പാഞ്ഞു ചെന്നു. പിന്നെ എല്ലാവരും കൂടി അവിടെ വീണു. ഇതൊക്കെ കണ്ട് സന്ധ്യ ഞെട്ടിത്തരിച്ച് നിൽക്കവേ സംഗതി പാളിപ്പോയെന്ന് മനസ്സിലായ സ്നേഹ വേഗം തിരിച്ച് വീട്ടിലേക്ക് നടന്നു. ആ വായു നോക്കികൾ ബൈക്കിൽ വന്ന അബിയുടെ ഹെൽമറ്റ് വലിച്ചൂരി, എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കയറി. ഹെൽമറ്റ് ഊരിയപ്പോൾ അത് അബിയാണെന്ന് മനസ്സിലായപ്പോൾ സന്ധ്യ നേരെ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, അവനെ ഒന്നും ചെയ്യല്ലേ, അത് എൻ്റെ അനിയനാണ്, അവൻ ഡ്രൈവിംഗ് പഠിച്ചു വരുന്നേയുള്ളൂ. അത് കേട്ടതും അവളെ ആകെ മൊത്തമായി നോക്കി. അവന്മാർ കിട്ടിയ അവസരത്തിൽ അവളോട് മോശമായി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു ചേട്ടൻ ഇറങ്ങി വന്നു. എന്താ എന്താ ഇവിടെ പ്രശ്നം? സന്ധ്യ കാര്യമെല്ലാം അയാളോട് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. സന്ധ്യയോടും അബിയോടും വീട്ടിലേക്ക് പോയിക്കൊള്ളാനും പറഞ്ഞു. അബി ബൈക്ക് പൊക്കി വെക്കാൻ ശ്രമിച്ചപ്പോൾ ആ ചേട്ടൻ അവനെ സഹായിച്ചു. അപ്പോഴൊക്കെ ആ വായു നോക്കികൾ അവരെ നോക്കി പരസ്പരം എന്തൊക്കെയോ കുറ്റം പറയുന്നത് സന്ധ്യ ശ്രദ്ധിച്ചു. ബൈക്ക് നേരെയാക്കി അബി പറഞ്ഞു, ചേച്ചി കയറ്. അങ്ങനെ അവൾ അവൻ്റെ പിന്നിലിരുന്നു. മോനെ, സൂക്ഷിച്ച് പോകണം കേട്ടോ, ആ ചേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാളോട് ഒരു താങ്ക്സും പറഞ്ഞ് അവർ വീട്ടിലേക്ക് ചെന്നു. അവർ വീട്ടിലേക്ക് കയറിയപ്പോൾ സ്നേഹ ഒന്നും അറിയാത്തതുപോലെ മുറിയിൽ കിടന്നുറങ്ങുന്നതാണ് അബി കണ്ടത്. ഉറക്കം നടിച്ച് കിടക്കുക കള്ളി, അവൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവൻ സ്നേഹയുടെ മുറിയിൽ പോയി ചോദിച്ചു, ചേച്ചി, പരിപാടി ചെറുതായി പാളിപ്പോയല്ലേ? അത് പോട്ടടാ, സാരമില്ല. അപ്പോൾ ചേച്ചി സമ്മാനമായി തരാമെന്ന് പറഞ്ഞത് തരുമല്ലോ അല്ലേ? അവൻ നാണത്തോടെ ചോദിച്ചു. എന്ത് സമ്മാനം? അവൾ അറിയാത്ത ഭാവം നടിച്ച് ചോദിച്ചു. എന്ത് സമ്മാനമെന്നോ? ചേച്ചി പറഞ്ഞതല്ലേ ഇതൊക്കെ ചെയ്താൽ എനിക്ക് ചേച്ചിയുടെ കൂട്ടുകാരി നമിതയെ ലൈനാക്കി തരുമെന്ന്. ഓ, അതാണോ? എടാ, അതിന് സംഗതി പാളിപ്പോയില്ലേ? പാളിപ്പോയാൽ എന്താ? ചേച്ചി ഉദ്ദേശിച്ചതുപോലെ സന്ധ്യ ചേച്ചിയുടെ ദേഹത്ത് ചെളിവെള്ളം തെറിപ്പിച്ചില്ലേ? അവൻ്റെ ചോദ്യം കേട്ട് അവൾ ഒന്ന് പരങ്ങി. എടാ, അതൊക്കെ ശരിയാ, പക്ഷേ ഞാൻ പറഞ്ഞതുപോലെയൊന്നും നടന്നില്ലല്ലോ. നീയാണല്ലോ അവന്മാരുടെ നേർക്ക് വണ്ടിയും കൊണ്ടിടിച്ച് കയറിപ്പോയത്.
എന്നിട്ട് നീയല്ലേ നാണം കെട്ടത്, അല്ലാതെ സന്ധ്യയല്ലല്ലോ. അതും കൂടാതെ നിന്നെ അവന്മാരുടെ കയ്യിൽ നിന്നും രക്ഷിച്ച് സ്റ്റാറാവുകയും ചെയ്തു. ചേച്ചി അതിനെന്താ, ചേച്ചി അവിടുന്ന് പെട്ടെന്ന് മുങ്ങിക്കളഞ്ഞില്ലേ, അത് ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ വാക്ക് മാറരുത് കേട്ടോ. ഓ പിന്നെ ഒന്ന് പോടാ. അവൾ അവനെ അവഗണിച്ചു. അവൻ വിഷമത്തോടെ ചെന്ന് ഹാളിലിരിക്കുമ്പോഴാണ് സന്ധ്യ ഡെറ്റോളുമായി അങ്ങോട്ട് വന്നത്. എടാ, നിന്റെ കൈമുട്ട് കാണിച്ചേ. അതും പറഞ്ഞ് അവൾ അവൻ്റെ കൈ പിടിച്ച് ഡെറ്റോൾ പുരട്ടിക്കൊടുത്തു. ചേച്ചി പതുക്കെ, കൈ തിരിക്കല്ലേ, വേദനിക്കുന്നു. സാരമില്ലടാ, 2 ദിവസം കൊണ്ട് ശരിയാകും. പിന്നെ ഇതൊന്നും അമ്മയോട് പറയണ്ടാട്ടോ, പിന്നെ നിനക്ക് ബൈക്ക് തരില്ല. ശരി ചേച്ചി.